എല്ലാവർക്കും എലൈസർ മീഡിയയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് ഓശാന ഞായർ. യേശു ജെറുസലേം ദേവാലയത്തിലേക്ക് രാജകീയ പ്രവേശനം നടത്തിയതിൻ്റെ ഒരു പുണ്യ ഓർമ്മ ദിനം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 30-ാമത്തെ വാക്യം. അവിടെ യേശു തൻ്റെ ശിഷ്യന്മാരോട് ഇപ്രകാരം പറയുകയാണ്: എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് നിങ്ങൾ പോകുവിൻ. അവിടെ ചെല്ലുമ്പോൾ ആരും ഇതുവരെയും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് നിങ്ങൾ കാണും. അതിനെ അഴിച്ചുകൊണ്ടുവരിക. അതിനെ നിങ്ങൾ അഴിക്കുന്നത് എന്തിനെന്ന് ആരെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുക. യേശുവിൻ്റെ ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനം ഒരിക്കലും ഒരു ആകസ്മികമായിട്ട് നടക്കുന്ന ഒരു സംഭവമല്ല. അതിന് 33 വർഷത്തെ ഒരുക്കത്തിൻ്റെ ഒരു കഥയുണ്ട്. അതിന് ഒരു ചരിത്രമുണ്ട്. പഴയ നിയമത്തിൽ ബലിയർപ്പിക്കപ്പെടേണ്ട മൃഗങ്ങളുടെ പ്രത്യേകതകളെക്കുറിച്ച് സംഖ്യയുടെ പുസ്തകം 19-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. അവിടെ ഇപ്രകാരം വായിക്കുന്നു: കർത്താവ് മോശയോടും അഹ്റോനോടും അരുൾ ചെയ്തു, ഞാൻ കൽപ്പിക്കുന്ന അനുഷ്ഠാന വിധി ഇതാണ്. ഊനമില്ലാത്തതും നുകം വയ്ക്കാത്തതുമായ ഒരു ചുവന്ന പശുവിനെ നിങ്ങളുടെ അടുക്കൽ കൊണ്ടുവരുവാൻ ഇസ്രായേലിയരോട് പറയുക. അതുപോലെ തന്നെ വാഗ്ദാന പേടകം വഹിക്കുവാൻ ഉപയോഗിക്കേണ്ട മൃഗങ്ങളുടെ പ്രത്യേകതയും 1 സാമുവേൽ 6-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ വിവരിക്കുന്നുണ്ട്. അവിടെ ഇപ്രകാരം പറയുന്നു: അതുകൊണ്ട് നിങ്ങൾ ഒരു പുതിയ വണ്ടി ഉണ്ടാക്കി ഒരിക്കലും നുകം വച്ചിട്ടില്ലാത്ത 2 കറവ പശുക്കളെ കെട്ടുവിനെന്ന്. ഇവിടെ 2 കാര്യങ്ങളാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഒന്ന്, ബലിയർപ്പിക്കപ്പെടേണ്ട മൃഗങ്ങളുടെ പ്രത്യേകത. മറ്റൊന്ന്, വാഗ്ദാന പേടകത്തിൻ്റെ പവിത്രത, അതിൻ്റെ വിശുദ്ധി. യേശു ജെറുസലേമിലേക്ക് രാജകീയ പ്രവേശനം നടത്തുമ്പോൾ ഈ 2 കാര്യങ്ങളും യേശുവിൽ പൂർത്തിയാവുകയാണ് ചെയ്തത്. ഒന്നാമത്തേത്, പഴയ നിയമത്തിലെ അതിശക്തമായ ദൈവസാന്നിധ്യത്തിൻ്റെ അടയാളമായ വാഗ്ദാന പേടകമായി യേശു തന്നെ മാറ്റുകയാണ്. അതുകൊണ്ടാണ് യേശുവിന് സഞ്ചരിക്കുവാൻ ഊനമറ്റ, ഇതുവരെയും ആരും ഉപയോഗിച്ചിട്ടില്ലാത്ത കഴുതക്കുട്ടിയെ കൊണ്ടുവരുവാൻ തൻ്റെ ശിഷ്യന്മാരെ യേശു അയക്കുന്നത്. വാഗ്ദാന പേടകം അതിവിശുദ്ധ സ്ഥലത്ത് മാത്രമേ പ്രതിഷ്ഠിക്കാറുള്ളൂ. അതുകൊണ്ടാണ് രാജകീയ പ്രവേശനം നടത്തി യേശു ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ക്രയവിക്രയം ചെയ്തുകൊണ്ടിരുന്ന എല്ലാവരെയും യേശു ചാട്ടവാർ ഉണ്ടാക്കി ദേവാലയത്തിൽ നിന്ന് പുറത്താക്കുന്നത്. ദേവാലയം യേശു ശുദ്ധീകരിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഇന്ന് ഓശാന ഞായർ നമ്മൾ ആചരിക്കുമ്പോൾ മനുഷ്യനായി രൂപമെടുത്ത യേശു രാജാവായി തന്നെ ഉയർത്തുകയാണ്. അന്ന് രാജാവായി യേശു ജെറുസലേം ദേവാലയത്തിലേക്ക് കയറിയെങ്കിൽ ഇന്ന്